ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾക്കൊരു കല്യാണമുണ്ട് ഗൈസ്. 9 മണിക്ക് ഒരുങ്ങി സെറ്റായിട്ട് ഇവിടെ നിന്ന് പോകണം. അതുകൊണ്ട് ഞാൻ 7 മണിക്ക് അലാറം വെച്ചിട്ട് കിടന്ന ആൾ ഇപ്പോൾ 8:15 ആയപ്പോൾ എണീച്ചിട്ടുണ്ട് ഗൈസ്. 8:15 ആയപ്പോൾ എണീച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയി ഒരുങ്ങാം. ഒരു ചെറിയ തിരുത്തുണ്ട് ഗൈസ്, എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ ഒരുങ്ങുന്നതായിരിക്കും. ഗൈസ്, ഒരു ചെറിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് ഗൈസ്. എനിക്ക് ആ വൈറ്റ് ഇട്ടിട്ടൊരു സന്തോഷം കിട്ടുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് മാറ്റുന്നുണ്ട്. ഇതാക്കി എൻ്റെ എക്സ്പ്രഷനിൽ നിന്ന് മനസ്സിലാകാത്തവർക്കായിട്ട് പറഞ്ഞുതരാം. ചൂട്, നല്ല ചൂട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇല വന്നു ഗൈസ്, അച്ചാറ് വന്നു, പിന്നെ ഇതെന്നായിരുന്നു സാലഡും വന്നു. ഇന്ന് ആരെവിടെ ഞാൻ ഫുഡ് കഴിക്കണമെന്ന് പറയാം ഗൈസ്. ദ ഫേമസ് മൈ ഗ്രാൻഡ് ഫാദർ. അത്താ അത്താ നോക്ക്. ഹായ്. ഗൈസ്, ഇതെൻ്റെ കസിൻ ബ്രദർ, ഇത് സൈനബ്. രണ്ടുപേരും ഓട്ടോയിൽ കയറി പോവാണ്. അവൻ ഓടിക്കും, അവൾ പോകും. അവളെ കല്യാണം കഴിപ്പിച്ച് വിടുന്നത് ഓട്ടോയിലായിരിക്കും ഗൈസ്. അല്ലേ നീന? ആണ്. ഇതാണ് അവളുടെ റോൾസ് റോയ്സ് ഗൈസ്. റോൾസ് റോയ്സ് കണ്ടോ? തെങ്ങൻ ചാരി എന്നാ പെണ്ണും കൊണ്ട് പോകുന്നറിയില്ല. അതെ, ആ പോസിലാണ് നമ്മുടെ ഐഷ എന്നുള്ളത് ഗൈസ്. വാപ്പ എവിടെയും ചോദിക്കരുത്, വണ്ടി എടുക്കാൻ പോയതാ, പിന്നെ കണ്ടിട്ടില്ല ഗൈസ്. നമ്മൾ എങ്ങനെ ഒരുങ്ങിപ്പോയതാണ് ഗൈസ്, എങ്ങനെ ഒരുങ്ങിപ്പോയതാണ്. ഇപ്പത്തന്നെ കോലം കണ്ടോ ഗൈസ്, ഇപ്പത്തന്നെ കോലം കണ്ടോ. എല്ലാം കൂടെ അളിഞ്ഞു പൊളിഞ്ഞു. ഗൈസ്, അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. ഒരു രക്ഷയില്ല. 3 മണിക്കൂറായിരുന്നു ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക്, ഓരോ വീട്ടിലേക്ക്. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര നേരത്തെ ഇറങ്ങിയത്. നട്ടുവെക്ക് ഒരു രക്ഷയില്ലാത്ത വേദനയാണ് ഗൈസ്, രക്ഷയില്ലാത്ത വേദനയാണ് ഗൈസ്. രാത്രി കഴിക്കാനായിട്ട് പൊറോട്ടയും പിന്നെ പെപ്പർ ചിക്കനും വരുന്നത് കഴിക്കാനായിട്ട് കുറച്ച് ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് കാരണം നമുക്ക് ഈ ഭാഗങ്ങളിൽ മ്യൂട്ട് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താ പറയുക, നമ്മുടെ വീട്ടിലെല്ലാവരും കൂടെ ഉണ്ട്. ഭയങ്കര കെയോസാണ് ഗൈസ്, ഭയങ്കര കെയോസാണ്. പിന്നെ കുറേ ചവക്കൽ സൗണ്ടും. കുറേ ആൾക്കാർ മുന്നേ ഞാൻ ഇതിട്ട സമയത്ത് എന്നോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു കുറച്ച് ഇറിറ്റേറ്റിംഗ് ആണെന്ന്. എനിക്കും കുറച്ച് ഓവർ ഇറിറ്റേറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തത് കൊണ്ട് നമ്മൾ അത് അവോയ്ഡ് ചെയ്യുകയാണ് ഗൈസ്. പെപ്പർ ചിക്കൻ ഇഷ്ടമുള്ള ആൾക്കാർ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെപ്പർ ചിക്കൻ. എനിക്ക് ചില്ലി ചിക്കനേക്കാളും എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം പെപ്പർ ചിക്കൻ ആണെന്ന് ഗൈസ്. ചില്ലി ചിക്കൻ കുറച്ച് ഓവർ ഹൈപ്പ്ഡാന്ന് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ പെപ്പർ ചിക്കൻ അത്ര അറ്റൻഷൻ ആരും കൊടുക്കാറില്ല ഗൈസ്, ആരും കൊടുക്കാറില്ല. നിങ്ങൾക്ക് ഇതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. ഓക്കെ ഗൈസ്. ഗൈസ്, നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി വാപ്പിച്ചിനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. അതിനെന്താ ഗൈസ്. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. ഐസ്ക്രീം മേടിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് കഴിക്കാൻ ഒരു മൂടില്ലാത്തത് കൊണ്ട് ഞാൻ കഴിക്കുന്നില്ല. കാരണം ഇന്നത്തേക്ക് കുറേ ഫുഡായി. അപ്പോൾ ഇന്നത്തേക്ക് അതുള്ള ഗൈസ്, എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കല്ലോ കേട്ടോ. ഓക്കെ, ബൈ.